വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. അൺചെയിൻഡ് ലവ് എന്ന ഡ്രാമയുടെ രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഇപ്പോൾ മുന്നിലുള്ള ഏറ്റവും വലിയ ശത്രു ഡുവോ ആണെന്ന് തിരിച്ചറിഞ്ഞ രാജ്ഞി അയൽരാജ്യത്തെ രാജകുമാരനെ എത്രയും പെട്ടെന്ന് വിവരമറിച്ച് ഇവിടേക്ക് വരുത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. ചാരന്മാർ മുഖേന ഡുവോ രാജ്ഞിയുടെ നീക്കത്തെക്കുറിച്ചൊക്കെ അറിയുന്നതിനാൽ അവരെ തടയാനുള്ള നടപടികൾ അവനും സ്വീകരിക്കുന്നുണ്ട്. പ്രിൻസസ് വാൻവാനും ഇല്ലുവും ഇതിനകം തന്നെ നല്ല ഫ്രണ്ട്സായി കഴിഞ്ഞതിനാൽ അവർ ഒരുമിച്ച് വിനോദങ്ങളിൽ ഏർപ്പെട്ട് സമയം ചെലവഴിക്കാൻ തുടങ്ങിയിരുന്നു. അന്നത്തെ കാലത്ത് വളരെ പോപ്പുലർ ആയിരുന്ന കാർഡ് ഗെയിം ഒരുമിച്ച് കളിക്കുന്ന സമയത്താണ് ഇല്ലുവിനെ രക്ഷിക്കാൻ സഹായിച്ചതിന് വാൻവാനോട് നന്ദി പറയാനായി ഡുവോ അവിടെ എത്തിയത്. സഹായിച്ചതിന് പ്രത്യുപകാരമായി അവൾക്ക് വായിക്കാൻ അപ്പോൾ പോപ്പുലറായിരുന്ന കുറേ പുസ്തകങ്ങളും വാങ്ങിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ ഡുവോയെ കാണുമ്പോൾ ബഹുമാനത്തോടെ ഡീൽ ചെയ്യാറുള്ള ഇല്ലു ഇത്തവണ അവനെ വലുതായി മൈൻഡ് ചെയ്യുന്നില്ല. മാത്രമല്ല കുമാരനെ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുപോകാൻ സഹായിച്ചതിന് ഡുവോ നന്ദി അറിയിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, പരസ്പരം നന്ദിയും ബാധ്യതകളും ഒന്നും ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ജാടയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നു. അവളുടെ പെരുമാറ്റത്തിൽ ഈ മാറ്റം അവനും കാവോയും ഒക്കെ ശ്രദ്ധിക്കുന്നു. കുമാരനെ മുറോങ്ങിൻ്റെ സംരക്ഷണയിലാക്കിയതുകൊണ്ട് ഇനി ഭരണം മുറോങ്ങിൻ്റെ നിയന്ത്രണത്തിലായിരിക്കുമല്ലോ. അപ്പോൾ അയാളുടെ ലെവറായ അവൾ പിന്നെ ആരെ പിടിക്കാനാണ്? അതുകൊണ്ടായിരിക്കണം അവൾ ഇങ്ങനെ പെട്ടെന്ന് ബഹുമാനമില്ലാതെ പെരുമാറുന്നതെന്നാണ് അവർ കരുതിയത്. മുറോങ്ങി സമയം ഇല്ലുവിനെ കാണാൻ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അവൾക്ക് സമ്മാനിക്കാൻ ദിവസങ്ങളായി ഒട്ടും വിശ്രമിക്കാതെ പല രീതിയിലുള്ള വിളക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും നല്ലതെന്ന് തോന്നിയ ഒരു വിളക്കുമായി അയാൾ അവളെ കാണാനായി പോകാൻ തുടങ്ങിയെങ്കിലും കൊട്ടാരത്തിന് മുന്നിൽ ദുബ ഏർപ്പെടുത്തുന്ന കാവൽക്കാർ അകത്തേക്ക് കയറ്റിവിടാൻ സമ്മതിക്കുന്നില്ല. ദുബയുടെ അനുവാദമില്ലാത്ത ആരെയും അകത്തേക്ക് കയറ്റിവിടില്ല. മടങ്ങിപ്പോകണമെന്ന് അവർ കുറേ തവണ പറഞ്ഞെങ്കിലും ഇല്ലുവിനെ കണ്ടിട്ടേ പോകുമെന്ന് നിർബന്ധം പിടിച്ച് അയാൾ അകത്ത് കയറുന്നു. കാവൽക്കാരുടെ തലവൻ ഡുവയെ ഉടൻ തന്നെ വിവരം അറിയിക്കുന്നു. ദുവ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. മുറോങ്ങിൻ്റെ സേവകനായ സുന്നാണ് ഇല്ലുവിനെ ഒഴിഞ്ഞ ഒരു ഭാഗത്തുള്ള കുളത്തിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പോഴേക്കും നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. ദുവ ആയിരിക്കും വിളിപ്പിച്ചതെന്നാണ് അവൾ കരുതിയത്. മുറോങ് നേരിട്ട് അവളുടെ മുന്നിലെത്തി വിവരം പറഞ്ഞപ്പോഴാണ് അവനാണ് കാണാൻ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് അവൾ അറിയുന്നത്. മുറോങ് അവകാശപ്പെട്ടതുപോലെ അവർ തമ്മിൽ പ്രണയബന്ധമൊന്നുമില്ല എന്ന് ഇപ്പോൾ വ്യക്തമാകും. കാരണം ഇല്ലുവിന് അവൻ ആരാണെന്ന് പോലും അറിയില്ലായിരുന്നു. അവൻ സ്വയം പരിചയപ്പെടുത്തിയ ശേഷം അവൻ പറഞ്ഞിട്ടാണ് ദുവ അവളെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് എന്ന് വ്യക്തമാക്കുന്നു. ഒരു പരിചയമില്ലാത്ത അവൻ എന്തിനാണ് രക്ഷിച്ചതെന്ന് അവൾ ചോദിച്ചപ്പോഴാണ് അവളെ ഒരുപാട് നേരത്തെ തന്നെ അറിയാം എന്നവൻ പറയുന്നത്. അവളുടെ അച്ഛൻ രാജകുമാരന്മാരെയും മന്ത്രികുമാരന്മാരെയും ഒക്കെ വിദ്യാഭ്യാസം ചെയ്യുന്ന ആളായിരുന്നു. പഠിക്കാനായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അവരൊക്കെ എത്താറുണ്ട്. അങ്ങനെ മുറോങ് കുട്ടിക്കാലത്ത് അവിടെ പോയിട്ടുണ്ട്. അന്ന് അവിടെ വെച്ച് അവളെ പരിചയപ്പെട്ടിട്ടുണ്ട് എന്ന് അവൻ പറയുന്നു. പക്ഷേ അപ്പോഴും അവൾക്ക് അവനെ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. കുറേ ദിവസങ്ങളായി ഉറക്കമൊഴിച്ച് അവൾക്കായി ഉണ്ടായിക്കൊണ്ടിരുന്ന സ്പെഷ്യൽ വിളക്ക് നേരത്തെ തന്നെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തമ്മിൽ കണ്ട സമയത്ത് ഇതുപോലൊരു വിളക്ക് അവളുടെ കൈവശം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവൻ അത് കാണിച്ച് ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നിടയിൽ കാൽ വഴുതി കുളത്തിലേക്ക് വീഴുന്നു. അവൾ ബഹളം വെച്ച് അയാളുടെ ജോലിക്കാരനെ കൂടി വിളിച്ചു വരുത്തി ഒരു വിധത്തിൽ അവനെ കരക്കയറ്റി താങ്ങി പിടിച്ച് കൊണ്ടുപോകുന്ന സമയത്താണ് ദുവ അവിടെ എത്തിയത്. അയാൾ പ്രണയസമാനമായി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വിളക്ക് ഇല്ലു ഈ സമയത്ത് താഴേക്കെടുത്തെറിയുന്നു. അത് തകർന്നപ്പോൾ തകർന്നത് മുറോങ്ങിൻ്റെ ഹൃദയം കൂടിയാണ്. അതോടെ വേറൊന്നും പറയാൻ നിൽക്കാതെ വിളക്കുമെടുത്ത് അയാൾ വിഷമത്തോടെ അടർന്നു പോകുന്നു. പക്ഷേ സുൻ അപ്പോഴും അവിടെ നിന്ന് ഇല്ലു അയാളെ മനഃപൂർവ്വം വെള്ളത്തിലേക്ക് തട്ടിലിട്ടതാണ്. അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് അവളുടെ നേരെ തിരിയുന്നു. ഞാനൊന്നും ചെയ്തതല്ല, അബദ്ധത്തിൽ സംഭവിച്ചാണെന്ന് അവൾ പറയുന്നൊന്നും അയാൾ അംഗീകരിച്ചെടുക്കുന്നില്ല. അവസാനം അവൾ ഓടിച്ചെന്ന് ദുബയുടെ പുറകിൽ വിളിക്കുന്നു. രാജാവ് മരിച്ചതിൻ്റെ ദുഃഖം ആചരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു സംഭവം അവിടെ നടന്നുവെന്ന് രാജ്ഞി അങ്ങനെ പറഞ്ഞാൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് ഭീഷണിപ്പെടുത്തി അവൻ അയാളെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. തിരികെ പോകാൻ വഴിയറിയാത്തത് കൊണ്ട് ഇല്ലു ദുബയുടെ സഹായം തേടുന്നു. വഴിയിൽ വെച്ച് അവൻ മുറോങ്ങിനെ കുറിച്ച് അവളോട് സംസാരിക്കുന്നു. അവൾക്ക് അയാളോട് പ്രണയമൊന്നുമില്ല എന്നവന് മനസ്സിലാക്കുന്നു. സംസാരത്തിനിടയിൽ അവൻ ഇടയ്ക്ക് കൈ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ ആക്രമിക്കാൻ വരികയാണെന്ന് കരുതി അവൾ അവൻ്റെ വാൾ വലിച്ചു വരുന്നു. പക്ഷെ കാര്യം മനസ്സിലായപ്പോൾ അവൾ തന്നെ നയത്തിൽ അത് തിരികെ നൽകുന്നു. അവൻ്റെ അധികാരത്തിൻ്റെ അടയാളമായ ഒരു സ്പെഷ്യൽ വാളാണത്. ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് തുറക്കുന്നത് എന്ന് അവൻ ഇടയ്ക്ക് പറയുന്നുണ്ട്. മുറോങ്ങിനൊപ്പം പറഞ്ഞയക്കരുതെന്ന് അവൾ പലതവണ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. കുമാരൻ്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തോടുകൂടി കുമാരൻ രാജാവായ അധികാരമേറ്റാൽ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ളത് മുറോങ് ആയിരിക്കും. സമ്പത്തും അധികാരവും ഒക്കെ ആഗ്രഹിക്കുന്ന ഏതൊരു പെണ്ണും അയാളുടെ ഭാര്യയാകാൻ ആഗ്രഹിക്കുന്ന സമയമാണ്. അങ്ങനെയുള്ളപ്പോൾ അയാൾക്കൊപ്പം പോകാൻ താല്പര്യമില്ല എന്നവൾ പറയുന്നത് അവനത്ര വിശ്വാസം വരുന്നില്ല. സ്വത്തും പണവും ഒക്കെ കണ്ടു കഴിയുമ്പോൾ അവളുടെ ഈ തീരുമാനം മാറും എന്നവളെ ബോധ്യപ്പെടുത്താനായി തിരികെ അവളുടെ മുറിയിലെത്തിക്കഴിഞ്ഞപ്പോൾ കുറേ ജോലിക്കാരെയും വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളും മറ്റും അവളുടെ മുറിയിലെത്തിക്കുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഇന്നുവിൻ്റെ കൺട്രോൾ പോകുന്നുണ്ടെങ്കിലും അവൾ സ്വയം നിയന്ത്രിച്ച് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ജോലിക്കാരെല്ലാം പറഞ്ഞയക്കുന്നു. മുറോങ്ങിന് നൽകാതെ എങ്ങനെയെങ്കിലും അയാളെ തടഞ്ഞു നിർത്തിയാൽ അവൻ പറയുന്ന പോലെയൊക്കെ തയ്യാറാണെന്ന് അവൾ പറയുന്നു. സുരക്ഷിതമായ ഒരു ഭാവി ഉറപ്പു നൽകുന്ന നല്ലൊരു ജീവിതം എന്തിനാണ് അവൾ വേണ്ടെന്ന് വെക്കുന്നതെന്ന് അവൻ ചോദിച്ചപ്പോൾ അങ്ങനെയുള്ള ജീവിതത്തിലൊന്നും ഒട്ടും താല്പര്യമില്ല, വെറുതെ സമയം കളയാനാണ് ഇഷ്ടം. മുറോങ്ങുമായി നിനക്ക് വലിയ അടുപ്പമില്ല എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ അയാളെ പരിധിയിൽ നിർത്താൻ എന്നെ ഒരു ബാർഗൈനിങ് ചിപ്പായി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് എന്നെ സ്വന്തമാക്കുന്നതിൽ നിന്ന് അയാളെ തടയണമെന്ന് അവൾ അവനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അവൻ പക്ഷേ അവളെ വിശ്വാസം വരാത്ത രീതിയിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ അവൾ അവൻ്റെ കാല് പിടിച്ച് കരയാൻ തുടങ്ങുന്നു. സഹായിക്കാമെന്ന് അവൻ സമ്മതിച്ചപ്പോഴാണ് അവൾ വിട്ടത്. പക്ഷേ വെറും വാക്കുകൾ കൊണ്ട് അവനെ വിശ്വസിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടൊരു എഗ്രിമെൻ്റ് എഴുതി സൈൻ ചെയ്ത് തരണം എന്നാവശ്യപ്പെട്ടപ്പോൾ മുമ്പത്തെ രാജാവ് സമ്മാനിച്ചൊരു മോതിരം വിരലിൽ കിടന്ന് അവളെ കാണിച്ചിട്ട് ഇത് സീലായിട്ട് ഉപയോഗിക്കാം, അത് പതിച്ചു കൊടുക്കാമെന്ന് പറയുന്നു. മഷി കൊണ്ടുവന്നിട്ടില്ല എന്ന് കാവ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇല്ലു അവൻ്റെ കൈ ബലമായി പിടിച്ച് ചുണ്ടിൽ നിന്ന് കുറച്ച് ചായം അതിൽ തേച്ച് കഴുത്തിൽ കിടന്നിരുന്ന ഫിഷിംഗ് മോട്ടലിൻ്റെ ലോക്കറ്റിൽ അത് പതിപ്പിക്കുന്നു. ഡുവയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ച്
പുഞ്ചിരി വരുത്തിയാണ് അവിടെ നിന്ന് മടങ്ങിയത്. മുറോങ്ങിൻ്റെ ഒപ്പം പോകാൻ താല്പര്യമില്ല എന്ന് അവൾ പറഞ്ഞത് അവൻ ഇപ്പോഴും പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. അധികാരം പൂർണ്ണമായി മുറോങ്ങിൻ്റെ കയ്യിൽ എത്തുന്നവരെ അവൾ വെയിറ്റ് ചെയ്യുകയായിരിക്കുമെന്നാണ് അവൻ കരുതുന്നത്. അതെന്തായാലും മുറോങ്ങിനെ കൺട്രോൾ ചെയ്യാൻ അവളെ ഉപയോഗിക്കാം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അവൾ പറഞ്ഞ കണ്ടീഷനോട് അവൻ യോജിച്ചത്. ഇല്ലു തൻ്റെ പ്രണയസമ്മാനം തകർത്തതിൻ്റെ വിഷമത്തിൽ നിന്ന് മുറോങ് ഇതുവരെ മോചിതനായിട്ടില്ല. അവൾക്ക് അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല, നന്നായിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത്. അപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് സുൻ അവൻ്റെ മൂഡ് ചേഞ്ച് ആക്കുന്നുണ്ട്. അതോടെ അവൻ സന്തോഷത്തോടെ വീണ്ടും വിളക്കുകൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നു. അവൻ ഇല്ലുവിൻ്റെ വീട്ടിൽ പഠിക്കാൻ ചെല്ലുന്ന സമയത്ത് വേറെ 2 കുട്ടികൾ എന്തോ കാര്യത്തിന് അവനെ ഒരു മുറിയിൽ പൂട്ടിയിട്ടിരുന്നു. ആ സമയത്ത് ഇല്ലുവാണ് ഒരു വിളക്കുമായി അവിടെ എത്തി അവനെ തുറന്നു വിട്ടത്. അതിനുശേഷമാണ് അവൻ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അത് പിന്നീട് പ്രണയമായി വളർന്നു. അവളറിയാതെ അവളെ വാച്ച് ചെയ്യുന്നതും അവളുടെ ചിത്രം വരയ്ക്കുന്നതൊക്കെ അവൻ്റെ ഹോബിയായിരുന്നു. വർഷങ്ങളായി തനിക്കിങ്ങൊരു ഫാനുണ്ട് എന്ന് അവൾക്ക് പക്ഷേ യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. ഇഷ്ടത്തെക്കുറിച്ച് അവളോട് തുറന്നു പറയാൻ അവരുടെ അവസരം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇങ്ങനൊരു ചാൻസ് കിട്ടിയപ്പോൾ അവളെ സ്വന്തമാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് അവൻ. രാത്രിയിൽ ഉറങ്ങാതെ ഇരുന്ന് വിളക്കുണ്ടാക്കൊണ്ടിരിക്കുന്നിടയിൽ മുറിയിൽ കത്തിച്ചിട്ട് മെഴുകുതിരി കാറ്റടിച്ചണയുന്നു. സ്വതവേ പേടിത്തൊണ്ടായ മുറോങ് വിളക്ക് കത്തിക്കാൻ സുന്നെ വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് കുമാരൻ അവൻ്റെ കണ്ണ് പൊത്തിയത്. പക്ഷെ ആരോ ഉപദ്രവിക്കാൻ വന്നതാണെന്ന് കരുതി മുറോങ് അവനെ തട്ടി ദൂരത്തേക്ക് എറിഞ്ഞിട്ട് ബഹളം വയ്ക്കുന്നു. സുൻ വിളക്കുമായി മുറിയിലെത്തിയപ്പോഴാണ് തലപൊട്ടി ചോര വിളിച്ച് തലയിൽ മരിച്ചു കിടക്കുന്ന കുമാരനെ കണ്ടത്. മുറോങ് തട്ടി എറിഞ്ഞപ്പോൾ കുമാരൻ്റെ തല ശക്തി തറയിൽ ചെന്ന് ഇടിച്ചാണ് ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. വിവരം പറഞ്ഞ അവിടുത്തെ ദുവോ മുറോങ്ങിനെ ശരിക്കും ഭീഷണിപ്പെടുത്തുന്നു. ഭാവി രാജാവാണ് അയാളുടെ അബദ്ധം കൊണ്ട് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അയാൾക്കും അവന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. മറ്റാരെങ്കിലും അതിനെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് ഒരു ഭാഗ്യപരീക്ഷ നടത്തി നോക്കാൻ അവൻ തീരുമാനിക്കുന്നു. ഞാൻ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചോണം എന്ന് മുറോങ്ങിനോട് പറയുന്നുമുണ്ട്. അപ്പോഴത്തെ സാഹചര്യത്തിൽ മുറോങ് അവൻ പറഞ്ഞത് എന്തും അനുസരിക്കാൻ തയ്യാറായിരുന്നു. കൊലക്കുറ്റം തലയിൽ വരാതിരിക്കാൻ വേണ്ടി കുമാരൻ്റെ അമ്മയുടെയും മറ്റ് കൺസോർട്ടുമാരുടെയും ഒക്കെ ഡെഡ് ബോഡി കെട്ടിത്തൂക്കി സൂക്ഷിച്ചിരുന്ന പഗോഡയിൽ കുമാരൻ്റെ അമ്മയുടെ ബോഡിക്കൊപ്പം അവൻ്റെ ബോഡി കൂടി ദുബൈയുടെ ആൾക്കാർ ആരും കാണാതെ എത്തിക്കുന്നു. അവിടുത്തെ ഒരു ജോലിക്കാരൻ്റെ പുറത്ത് ശവപ്പെട്ടികളിൽ നിന്ന് ഒരു തുള്ളി രക്തം വീണതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുമാരൻ്റെ ബോഡി മറ്റുള്ളവർ കണ്ടെത്തിയത്. വിവരം പറഞ്ഞെത്തിയ രാജ്ഞി ദുബൈയും മുറോങ്ങിനെയും വിളിച്ചു വരുത്തി അവരുടെ സംരക്ഷണയിലായിരുന്നു കുമാരൻ്റെ മരണത്തെക്കുറിച്ച് ചോദിച്ചെങ്കിലും രണ്ടുപേരും അതിനെക്കുറിച്ച് യാതൊരു അറിവും ഇല്ലാത്ത പോലെയാണ് മറുപടി നൽകിയത്. പഗോഡയിലെ ജോലിക്കാരനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ അവിശ്വസനീയമായ ഒരു പ്രേതകഥയാണ് അയാൾക്ക് പറയാനുണ്ടായിരുന്നത്. മരിച്ചുപോയ കൺസോർട്ടിൻ്റെ പ്രേതം കുമാരനെ മിസ് ചെയ്തതുകൊണ്ട് തിരികെ വന്ന് അവനെ കൂട്ടിക്കൊണ്ടു പോയതാണ് എന്ന രീതിയിലാണ് അയാൾ കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ രാജ്ഞി അയാളുടെ വാക്കുകൾ വിശ്വസിക്കാൻ തയ്യാറാക്കുന്നില്ല. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ അവർ ഉത്തരവിടുന്നു. കുമാരന് മരിച്ചത് വളരെ ദുഃഖകരമായ വസ്തുതയാണെങ്കിലും രാജ്യത്തിന് അവകാശികളില്ലാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ രാജകുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു ആന്തരിയായ മുറോങ്ങിനോട് അധികാരം ഏറ്റെടുക്കണമെന്ന് ദുവോ രാജ്ഞിയുടെ മുന്നിൽ വെച്ച് തന്നെ അപേക്ഷിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും അത് ഏറ്റു പറയുന്നു. രാജ്ഞിയേക്കാൾ കൂടുതൽ ഷോക്കായത് അധികാരത്തിൽ ഒട്ടും താല്പര്യമില്ലായിരുന്ന മുറോങ്ങാണ്. പക്ഷേ ദുവോ പറയുന്നത് അനുസരിക്കുകയല്ലാതെ അയാളുടെ മുന്നിൽ വേറെ വഴിയില്ല. രാജ്ഞിക്കും എതിർപ്പുണ്ടെങ്കിലും അവർക്കും അവനെതിരെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കുമാരൻ്റെ മരണവിവരം അടുത്ത ദിവസം രാവിലെയാണ് ഇല്ലു അറിഞ്ഞത്. മുറോങ്ങിനെ രാജാവാക്കാൻ വേണ്ടി ദുവോ ആണ് കുമാരനെ കൊന്നതെന്നില്ല എല്ലാവരും പറയുന്നുണ്ടെന്നും ടെങ് അവളെ അറിയിക്കുന്നു. പക്ഷെ അത്രയും ദിവസത്തെ പരിചയത്തിൽ നിന്ന് അവൻ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല എന്ന് നല്ല ബോധ്യമുണ്ടായിരുന്ന ഇല്ലു അവൻ അന്വേഷിച്ച് പഗോഡയിലേക്ക് പോകുന്നു. കുമാരനെ സംരക്ഷിച്ചോളാം എന്ന് അവന് ഉറപ്പ് നൽകിയിട്ട് അതിന് കഴിയാതെ പോയതിൻ്റെ വിഷമത്തിലായിരുന്നു ദുവോ. അവൻ്റെ മനസ്സ് വായിച്ചതുപോലെ ഇല്ലു അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് അവനെ മനസ്സിലാക്കിയ ഒരാൾ സംസാരിക്കുന്നത്. കൊട്ടാരത്തിനകത്തും പുറത്തുമുള്ള മുഴുവൻ ആളുകളും ഞാനാണ് കുമാരനെ കൊന്നത് എന്ന രീതിയിൽ പറഞ്ഞിട്ടും നിനക്ക് മാത്രം എന്താണ് ഇങ്ങനെ തോന്നാൻ കാരണം എന്നവൻ അത്ഭുതത്തോടെ ചോദിക്കുന്നു. കുമാരനെ കൊല്ലണമെന്ന് ഉദ്ദേശമുണ്ടായിരുന്നെങ്കിൽ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ വേണ്ടി നിനക്ക് അത്രയധികം റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്നവൾ ചോദിക്കുന്നു. മാത്രമല്ല സംരക്ഷിക്കാൻ കഴിയാതെ പോയതിൻ്റെ പേരിൽ ഇത്രയധികം വിഷമിക്കേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും നിന്റെ കൺട്രോളിൽ കൂടി തന്നെ കൊണ്ടുപോകാൻ നീ ദൈവമൊന്നുമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പോരാതെ അവനെ ഇമ്പീരിയൽ ഗാർഡനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെയുള്ളൊരു പ്രത്യേകതരം ചെടി പിഴുതെടുത്ത് ആ ചെടിയെ പോലെയാണ് അവൻ്റെ കാര്യം എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായി ചെടികളുടെ വേരുകൾക്ക് വിഷം നൽകിയിരിക്കുകയാണ്. പക്ഷേ ശരിയായ രീതിയിൽ അത് ഉപയോഗിച്ചാൽ വളരെ രുചികരവും ഔഷധ ഗുണവും ഉള്ളതാണ്. അതേപോലെയാണ് അവൻ്റെ കാര്യവും എന്ന് പറഞ്ഞ് ചെടി അവൾ അവനെ ഏൽപ്പിക്കുന്നു. അവളുടെ സംസാരം അവൻ്റെ വിഷമം കുറയ്ക്കുന്നുണ്ട്. അനുവാദമില്ലാതെ ഗാർഡനിൽ കിടക്കുന്ന കുറ്റകരമാണ്. അതുകൊണ്ട് അതിൻ്റെ നടത്തിപ്പുകാരൻ അവിടേക്ക് വരുന്ന കണ്ടപ്പോൾ അവൾ അവനെ പിടിച്ചുകൊണ്ട് ഒളിച്ചിരിക്കുന്നു. ആരെ അവിടെ ഉണ്ടെന്ന് മനസ്സിലായി വന്നയാൾ അവരോട് എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ അവൾ അവനോട് ആവശ്യപ്പെടുന്നു. അവൻ എഴുന്നേറ്റിരുന്നപ്പോൾ അവനെ കണ്ട അയാൾ പേടിച്ച് താഴെ ഇരിക്കുന്നു. അങ്ങനത്തെ അനുഭവമൊക്കെ ഇല്ലുവിന് ആദ്യമായിട്ടാണ്. അവനെപ്പോലെ ഒരാൾ സപ്പോർട്ട് ചെയ്യാനുള്ളത് നല്ല സന്തോഷമുള്ള കാര്യമാണെന്ന് അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അവനോട് ഇത്ര ഫ്രണ്ട്ലിയായി ആരെങ്കിലും ഇടപെടുന്ന ആദ്യമായിട്ടാണ്. അവിടെ നിന്ന് ബ്യൂറോയിലേക്ക് മടങ്ങിയപ്പോഴും അവൾ നൽകിയ ആ ചെടി അവൻ്റെ കയ്യിലുണ്ട്. കാവോ എന്താ പറയാനെ അടുത്തേക്ക് ഓടി വന്നപ്പോൾ അവനൊന്ന് മറച്ചു പിടിക്കുന്നു. രാജ്ഞി അയൽരാജ്യത്തെ രാജകുമാരന് വിവരങ്ങൾ നൽകാൻ ഏർപ്പെടുത്തിയിരുന്ന ആളിനെ ദുവോ രഹസ്യമായി കൈകാര്യം ചെയ്തിരുന്നു. രാജകുമാരിൽ നിന്ന് മറുപടി കിട്ടേണ്ട സമയം കഴിഞ്ഞിട്ടും ആളെത്താത്തതിനാൽ അന്വേഷിച്ചപ്പോഴാണ് രാജ്ഞി അക്കാര്യം അറിയുന്നത്. അതേസമയത്ത് തന്നെയാണ് ദുവോയുടെ ശത്രുവായ ഉദ്യോഗസ്ഥൻ അവിടെ എത്തി മുറോങ് രഹസ്യമായി ഇല്ലുവിനെ കാണാൻ എത്തിയ വിവരം അറിയിച്ചത്. ഇല്ലുവിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ അതുവഴി രാജാവാകാൻ പോകുന്ന മുറോങ്ങിനെയും കൺട്രോൾ ചെയ്യാൻ കഴിയും. പിന്നെ ദുവോയെ പേടിക്കേണ്ട കാര്യമില്ല എന്ന് അയാൾ രാജ്ഞിയെ ഉപദേശിക്കുന്നു. അതനുസരിച്ച് ഇല്ലുവിനെ കൺട്രോൾ ചെയ്യാനായി രാജ്ഞി വഴികൾ ആലോചിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.